ഹലോ, നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോയാലോ? അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ചിക്കൻ കുറുമയാണ് കേട്ടോ. അപ്പം ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഞാൻ ആദ്യം ചിക്കന് ഒന്ന് പൊരിച്ചെടുത്തിട്ടോ. നമ്മൾ സാധാരണ മഞ്ഞൾ, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് നമ്മൾ പൊരിച്ചെടുത്ത് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി ഈ രീതിയിലാണ് കട്ട് ചെയ്തത്. അതാണ് അതിക്ക് ടേസ്റ്റ്. കട്ട് ചെയ്തിട്ട് നമ്മൾ തക്കാളി ഇട്ട് പിന്നെ പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നല്ലോണം ഒന്ന് ആയി വന്നിട്ട് നമ്മൾ ഇതിലേക്കൊരു മസാല ചേർക്കുകയാണ്. മല്ലി, മഞ്ഞൾ, മുളകും പൊടി, പെരിഞ്ചീരകം, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പിട്ടോ. ഉപ്പ് നമ്മൾ ആദ്യം ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പം കൂട്ട് റെഡിയായി നമ്മൾ പൊരിച്ച് വെച്ച ഇറച്ചിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് നല്ലോണം ഒന്ന് അടച്ച് വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇറച്ചി തന്നെ ഉണ്ടാവും. മല്ലിയിലിട്ട് കൊടുത്തു. മല്ലിയിൽ നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ട് നമ്മൾ ചോറ്റോല എന്ന് പറയട്ടോ. നമ്മളിവിടെ ചോറ്റോല എന്നാണ് പറയാം. നിങ്ങളവിടെ എന്താണ് പേര് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി. നമ്മൾ ബിരിയാണിയിലും നെയ്ച്ചോറിലൊക്കെ ഇട്ട നല്ല ടേസ്റ്റാണ്. ചിക്കനിലും നമ്മളിതിന് അടപ്പ് തുറക്കുമ്പോൾ നല്ല സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ് ഈ ഓലൻ്റെ സ്മെല്ലും മല്ലീൻ്റെ ഇലയൊക്കെ പാടെ. നമ്മൾ ഇറച്ചി ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പ് അരച്ചതാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ചിക്കൻ കുറുമ റെഡിയായി. നമ്മൾ നെയ്ച്ചോറ്റിക്കാണ് അത് ഉണ്ടാക്കിയത്. ഇത് ഏത് ഇതിലേക്കും ചേരുന്ന ഒരു കറിയാണല്ലോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ്. മക്കൾക്കൊക്കെ ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഫുള്ള് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂട്ടുക. നിങ്ങളുടെ സപ്പോർട്ട് വിലയേറിയ അഭിപ്രായം പ്രതീക്ഷിക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.